കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്കും പുതിയ ബസ് സ്റ്റാൻഡിലേക്കും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന വഴി അടച്ചത് കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നു. പട്ടാളത്തിന്റെ അധീനതയിലുള്ള മൈതാനത്തിലൂടെയുള്ള സഞ്ചാരത്തിനാണ് വിലക്ക്. മാലിന്യം നീക്കാൻ ഒരാഴ്ചത്തേക്ക് വഴി അടക്കുന്നു എന്നായിരുന്നു കന്റോൺമെന്റ് അറിയിച്ചിരുന്നതെന്ന് ധർമാശുപത്രി സംരക്ഷണ വേദി പ്രവർത്തകർ പറഞ്ഞു. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നുപോകാൻ പതിറ്റാണ്ടുകളായി ആളുകൾ ഉപയോഗിക്കുന്നത് കന്റോൺമെന്റിന്റെ ഈ മൈതാനത്തു കൂടിയുള്ള വഴിയാണ്. വാഹനങ്ങൾ ഇല്ലാത്തവർക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയാൽ പെട്ടെന്ന് നടന്ന് ആശുപത്രിയിൽ എത്താം എന്നതാണ് ഈ വഴിയുടെ പ്രത്യേകത. 10 വർഷം മുമ്പ് ഈ വഴി കന്റോൺമെന്റ് അധികൃതർ അടച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. കെട്ടിയ വേലി അന്ന് പൊളിക്കുകയും ചെയ്തു. അന്ന് നഗരസഭാ കൗൺസിലറായിരുന്ന TC താഹിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ വീണ്ടും സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന നടപടിയാണ് ഉണ്ടായതെന്ന് TC താഹ പറഞ്ഞു. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്. ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയാണ്. ഇന്ത്യയുടെ അതിർത്തികളിൽ ഇതുപോലെ വേലികൾ കെട്ടിയൊക്കെ ചെയ്യുന്നത് കാണാം, വഴി മുടക്കുന്നത് കാണാം. പക്ഷേ ഇത് സാധാരണക്കാരനായ ആളുകൾ ഇതുവഴി ദിവസവും നടന്നു പോകുന്ന വഴികൾ കന്റോൺമെന്റ് ഇതിലെ ആവശ്യങ്ങൾക്കായാലും അതുപോലെ തന്നെ പട്ടാളക്കാരായാലും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്ന ഈ വഴി അടച്ചത് എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു നൽകണം. സാധാരണക്കാരനായ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടെ നിഷേധിക്കാൻ പാടില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന മൈതാനപാത അടക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് ധർമാശുപത്രി സംരക്ഷണ വേദിയും വ്യക്തമാക്കി. കന്റോൺമെന്റ് അധികൃതർ വഴി അടച്ച സ്ഥലത്ത് നിൽപ്പ് സമരവും ജനകീയ ആരോഗ്യ പ്രവർത്തകർ നടത്തി. നടന്നുപോകുന്ന വഴി പോലും മുടക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ D. സുരേന്ദ്രനാഥ്. സാധാരണക്കാരായ ആളുകൾ മാത്രമല്ല, രോഗികൾ, അവരുടെ ബന്ധുക്കളടക്കം ഒരുപാട് ആളുകൾ നടന്നും ചെറിയ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നു എന്നുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ തീർച്ചയായും പ്രതികരിക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാലിന്യം നീക്കൽ എന്ന പേരിലാണ് ഒരാഴ്ചത്തേക്ക് വഴി അടച്ചത്. ഇത് പിന്നീട് തുറന്നു നൽകാതിരുന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്ന് ധർമാശുപത്രി സംരക്ഷണ വേദി കൺവീനർ K. ഗോവിന്ദരാജ്, AS രാജീവ് കുമാർ, മേരി അബ്രഹാം, PC മൊയ്തു എന്നിവരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.